സാധാരണക്കാരനായ ഒരാൾക്ക് ട്രേഡിങ്ങിലൂടെ പണം സമ്പാദിക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്ന ഒരാൾ എത്ര ക്യാപിറ്റലായിട്ട് വരണം ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? അത് സ്റ്റാർട്ടിങ്ങിൽ മാർക്കറ്റിൻ്റെ ഒക്കെ ഒരു 10 വർഷം മുമ്പൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാർക്കറ്റിൽ ഒരു സഫീഷ്യൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ 50 to 1 lakh ഒക്കെ മതിയായിരുന്നു. ഓക്കെ. പക്ഷേ ഇന്നത്തെ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മിനിമം ഒരു നല്ലൊരു 5 lakh to 10 lakh ഒക്കെ ക്യാപിറ്റൽ വന്നാലേ നമുക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അന്നത്തെ ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞെങ്കിൽ വളരെ നാരോ റേഞ്ചാണ്. കാരണം 5000 അല്ലെങ്കിൽ 3000 റേഞ്ചുള്ള ഇൻഡെക്സ് ഒരു ദിവസം 10%, 20% അല്ലെങ്കിൽ 15% ആ റേഞ്ചിലേക്ക് മൂവ്മെൻറ്റൊക്കെ എക്സ്പെക്ട് ചെയ്യുള്ളൂ. അതിൽ തന്നെ NSEൻ്റെ റൂൾ പ്രകാരം 5% കഴിഞ്ഞാൽ ഹാൾട്ടാണ്. 10% വന്നാൽ അന്ന് ട്രേഡിങ് ഹാൾട്ടാണ്. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇഷ്യൂസ് അല്ല, അത് ഇൻവെസ്റ്റർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് NSE എടുക്കുന്നൊരു ഇതാണ്. പക്ഷേ ഇന്ന് 25,000, 26,000 റേഞ്ചിലും മാർക്കറ്റുള്ള സമയത്ത് ഇപ്പോഴത്തെ 10%, 20% മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞെങ്കിൽ സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ല. കാരണം ഏതെങ്കിലും പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആക്ഷൻ ഗ്ലോബലി വല്ല ന്യൂസ് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂ അല്ലെങ്കിൽ കലാമിറ്റീസ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഫണ്ട് വൈപ്പ് ഔട്ട് ആവും.